അഭിഭാഷകൻ പി.ജി. മനുവിനെ കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എറണാകുളം പിറവം സ്വദേശിയാണ് പി.ജി. മനു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അഭിഭാഷകനായിരുന്ന പി.ജി. മനു ആണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, എറണാകുളം പിറവം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് പി.ജി. മനുവിനെയാണ് ഈ കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടർ വന്ദനാദാസ് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. നിലവിൽ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ, അതായത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയാണ് ഈ മരിച്ച ഈ അഭിഭാഷകൻ. ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചിരുന്നു. എന്തായാലും നിലവിൽ അഭിഭാഷകനായിട്ടുള്ള ആളൂരിനൊപ്പം കൊല്ലം കോടതിയിലാണ് മനു ഹാജരായി വന്നത് ഈ വന്ദന ദാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും കോടതിയിൽ കേസ് നടപടികളുള്ളപ്പോഴാണ് ഈ കൊല്ലത്തെ വാടക വീട്ടിൽ വന്നിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഈ അഡ്വക്കേറ്റ് പി.ജി. മനു ഇവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് 10:30 സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹം അവിടെ നിന്നും ചായ കുടിച്ചതിന് ശേഷം പിന്നീട് കാണാത്തതാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ അയൽവാസികൾ പറയുന്നുണ്ട്. എന്തായാലും 2 മാസം മുൻപാണ് ഇയാൾ ഈ ആനന്ദവല്ലീശ്വരത്ത് വീട് വാടകയ്ക്ക് എടുക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തി മറ്റ് തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഈ വീട്ടിൽ നിന്ന് മാറ്റും. വീടിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന കേസുകൾ. ആ കേസുകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികളൊക്കെ നേരിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു മരണവും സംഭവിച്ചിരിക്കുന്നത്. അഭിഭാഷകൻ പി.ജി. മനുവിനെയാണ് കൊല്ലത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കേസിന്റെ ആവശ്യങ്ങൾക്കായി താമസിച്ചിരുന്ന വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും മനോജ്.